back to Chinnus Taste Buds. ഇന്ന് ഞാൻ സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കോ ഏലക്കയോ നെയ്യോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ക്രീമി ആയിട്ടുള്ള സേമിയ പായസം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമേ തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ആദ്യമേ കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് റൈസിൻസും കൂടെ ഒന്ന് വറുത്ത് കോരി എടുക്കണം. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ കാഷ്യൂനട്ട്സ് ആദ്യം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. കാഷ്യൂനട്ട്സിൻ്റെ നിറം ഒന്ന് മാറുമ്പോഴേക്കും അതിലേക്ക് ബാക്കിയുള്ള റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വറുത്താലെന്ന് വെച്ചാൽ മിക്കവർക്കും അറിയാവുന്നതാണ്, പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ റൈസിൻസ് കരിഞ്ഞു പോവും, ഉണക്കമുന്തിരി കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ കാഷ്യൂനട്ട്സ് ഒന്ന് വറുത്തതിന് ശേഷം ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് വറുത്ത് കോരി എടുക്കുന്നത്. ഈ ഒരു പാകത്തിന് നമുക്ക് കോരി മാറ്റാം. കാഷ്യൂനട്ടും റൈസിൻസും കോരി മാറ്റിയതിന് ശേഷം ആ എണ്ണയിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സാധാരണ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ഒന്നും ആവശ്യമില്ല, സാധാരണ നമ്മുടെ മിൽമ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 പാക്കറ്റ് പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ പാലൊന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാൽ ഞാൻ ഫ്രീസറിൽ വെച്ചുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം ഒന്ന് ഫ്രീസായി പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ചൂട് പാനിലേക്ക് ഇടുമ്പോൾ തന്നെ അത് മെൽറ്റായിക്കോളും. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ പായസം ആകുമ്പോൾ കുറച്ച് നല്ല മധുരത്തിൽ തന്നെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആവശ്യമനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ പഞ്ചസാര ചേർത്തതിന് ശേഷം പാലും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇതിൽ ഏലക്കാപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഞാനിവിടെ സേമിയ എടുത്തിട്ടുള്ളതും നല്ല തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 250 ഗ്രാമിൻ്റെ പാക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് പകുതി മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ 1 ലിറ്റർ പാലിന് 100 ഗ്രാം സേമിയ എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്കാപ്പൊടിക്ക് പകരം ഞാൻ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർക്കുമ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കുള്ളൂ. ശരിക്കും ആ ഒരു ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മുടെ പായസത്തിന്. ഈ പാൽ തിളച്ച് വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡ് പൗഡർ ചേർക്കുമ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ പായസം നല്ല കുറുകനെയുള്ള പായസം കിട്ടുകയും ചെയ്യും. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കുള്ളൂ പായസത്തിന്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് ഈ കസ്റ്റേർഡ് പൗഡർ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കട്ടകെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതോടെ കാണുക. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് കസ്റ്റേർഡ് പൗഡർ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം ചേർത്ത് നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് പാൽ തിളച്ചതിന് ശേഷം ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പാൽ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യമേ സേമിയ ഇത് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയാണ്. കാര്യം റോസ്റ്റഡ് സേമിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് നേരിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്നത് വറുക്കാത്ത സേമിയ ആണെങ്കിൽ ഒന്ന് കുറച്ച് ഓയിലിൽ ആ സേമിയ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം വേണം പാലിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നല്ല റോസ്റ്റഡ് സേമിയാണ്, നല്ല തിന്നായിട്ടുള്ള സേമിയാണ്. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുകയും ചെയ്യും, ഒരുപാട് ടൈമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ സേമിയ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ മധുരം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്.
നമ്മുടെ സേമിയ ഒന്നുകൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. ആ കസ്റ്റേർഡ് മിക്സ് ചേർക്കുമ്പോഴും തുടരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ കസ്റ്റേർഡ് മിക്സ് ചേർക്കുമ്പോഴെന്ന് വെച്ചാൽ പെട്ടെന്ന് ചിലപ്പോൾ അടിക്ക് പിടിച്ചു പോവും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ പായസത്തിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വാനില എസൻസിൻ്റെ ഫ്ലേവറും ഒക്കെ നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഈ പായസത്തിന്. എപ്പോഴും ഏലക്കാപ്പൊടിയും കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കിയാൽ നല്ല വ്യത്യസ്തമായൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇതൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ തിളച്ച് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിന്നായിട്ടുള്ള സേമിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമാവില്ല ഇത് കുക്ക് ചെയ്യാനായിട്ട്. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും റൈസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ് മിൽക്കും നെയ്യും ഏലക്കാപ്പൊടിയൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.